വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ 4th ചാപ്റ്ററായ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ ഒരു വൈഡ് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 പാർട്ടായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല 2019, 18, 17, 16, 15 വർഷങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ പറയുന്നുണ്ട്, ഓരോ വീഡിയോൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്കും. അപ്പോൾ എന്താണ് ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ, ഷെയർ ക്യാപിറ്റൽ മീൻസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണേഴ്സ് ഓഫ് ദി കമ്പനി ഫോർ റണ്ണിങ് ഇൻ ദി ബിസിനസ്. ഷെയർ ഹോൾഡേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദി ഓണേഴ്സ് ഓഫ് ദി കമ്പനി ആസ് ദർ ആർ മോർ ദാൻ വൺ ഷെയർ ഹോൾഡർ or owners in a company. The total capital of the company is divided into two small units called share for ease of distribution and identification. ഷെയർ ക്യാപിറ്റൽ എന്നാൽ ബിസിനസ് നടത്തുന്നതിന് കമ്പനിയുടെ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സുകളെ കമ്പനിയുടെ ഓണേഴ്സായിട്ട് കണക്കാക്കുന്നു. ഒരു കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഉള്ളതിനാൽ ആ കമ്പനിയുടെ മൊത്തം ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷനും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അത് എളുപ്പമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഷെയർ യൂണിറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, there are different types of share capital. First one, nominal or authorized or registered capital. Section 2, subsection 8 of the Companies Act 2013 define nominal capital as the amount of capital that the memorandum of the company authorizes as the shares capital of the company. Hence, it is the registered amount authorized that can be raised by issuing shares. നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 8 പ്രകാരം ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലായിട്ട് ആ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ അളവാണ് ഈ പറയുന്ന നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ക്യാപിറ്റലിൻ്റെ മെമ്മോറാണ്ടത്തിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ അളവാണ് നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനാൽ ഈ ഓതറൈസ്ഡായി രജിസ്റ്റർ ചെയ്ത ഒരു എമൗണ്ട് അത് കമ്പനിയിൽ ഷെയറുകളായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓഫേർഡ് ബൈ ദ കമ്പനി ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. ദിസ് ഇൻക്ലൂഡ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 15 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഓഫർ ദി ഡെഫിനിഷൻ. ഫർദർ ഇറ്റ് ഈസ് mandatory for companies to disclose its issued capital in the balance sheet, scheduled 3 of the Companies Act. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് കമ്പനി ഇഷ്യൂഡ് ക്യാപിറ്റൽ വാഗ്ദാനം ചെയ്യുന്നത്. ഷെയറുകളുടെ അലോട്ട്മെൻറ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല കമ്പനി ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 50 പ്രകാരം ഒരു ഇഷ്യൂഡ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്യുന്നത് ആ കമ്പനികൾക്ക് അതിൻ്റെ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൻ്റെ ബാലൻസ് ഷീറ്റ് ആക്ട് ഈ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഷെഡ്യൂൾഡ് 3 ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സെക്ഷൻ 2 സബ്സെക്ഷൻ 86 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആസ് ദ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ ബീയിങ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദ പബ്ലിക് ടേക്സ്. ഇവിടെ പറയുന്നത് കമ്പനീസ് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 86 പ്രകാരം സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിൻ്റെ അങ്ങനത്തെ കമ്പനികളിലെ മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പബ്ലിക് എടുക്കുന്ന ഷെയറുകളുടെ എണ്ണത്തെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. According to Section 2, Subsection 15 of the Companies Act 2013, called up capital is the part of the capital which the company calls for payment. This is the total amount that the company call up on the issued shares. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്പനി ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 15 അനുസരിച്ച് ഒരു കമ്പനിയുടെ പേയ്മെൻറ്റുകളെ കോൾ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂ ചെയ്ത ഷെയറുകളിൽ കമ്പനി കോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ഷെയർസുകളിൽ കമ്പനി എത്രയാണോ കോൾ ചെയ്യുന്നത് അതിൻ്റെ സം ടോട്ടൽ ഓഫ് എമൗണ്ടിനെയാണ് ഈ പറയുന്ന കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആക്ച്വലി പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദി ഇഷ്യൂഡ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇഷ്യൂ ചെയ്ത ഷെയർസുകളിൽ യഥാർത്ഥത്തിൽ എമൗണ്ട് അടച്ചതോ ക്രെഡിറ്റ് ചെയ്തതോ ആയ കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. നെക്സ്റ്റ് ടൈപ്പാണ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ. ദ അൺപെയ്ഡ് പോർഷൻ ഓഫ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് called uncalled capital. In other words, it is the remainder of the issued capital which has not been called. However, the company may call this amount at any time, but that must be subject to the term of issue of shares. ഈ അൺകാൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അടയ്ക്കാത്ത ഒരു ഭാഗത്തെയാണ് അൺകാൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൻ്റെ ബാക്കി ഭാഗമാണ്. ആ പിന്നീട് ബാക്കി ഭാഗം കോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ അൺകാൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് ദ പാർട്ട് ഓഫ് അൺകാൾഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി വിച്ച് ക്യാൻ ബി കോൾഡ് ഓൺലി ഇൻ ദ ഇവൻറ്റ് ഓഫ് ഇറ്റ്സ് വൈൻഡിങ് അപ്പ്. ഇവിടെ പറയുന്നത് റിസർവ് ക്യാപിറ്റൽ എന്നത് ഒരു കമ്പനിയുടെ അൺകാൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അത് വൈൻഡിങ് അപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ റിസർവ്ഡ് ക്യാപിറ്റൽ വിളിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസസ് ഓഫ് ഷെയർസ് ഓർ കൈൻഡ്സ് ഓഫ് ഷെയർസ്. ദർ ആർ 3 types of shares: equity shares, preference shares, sweat equity share. First one, equity share. Equity share were earlier known as ordinary share. Equity ഷെയറിനെ നമ്മൾ മുന്നേ തന്നെ ഓർഡിനറി ഷെയർ എന്നും വിളിക്കുന്നു. ദ ഹോൾഡർ ഓഫ് ദീസ് ഷെയർസ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ്, അല്ലെങ്കിൽ ഒരു റിയൽ ഉടമസ്ഥതയാണ് ഈ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ദേ ഹാവ് എ വോട്ടിംഗ് റൈറ്റ് ഇൻ ദി മീറ്റിംഗ്സ് ഓഫ് ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. വോട്ടിംഗ് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് മെയിനായിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദേ ഹാവ് എ കൺട്രോൾ ഓവർ ദ വർക്കിംഗ് ഓഫ് ദി കമ്പനി. Equity shareholders are paid dividend after paying it to the preference shareholders. ഈ ഇക്വിറ്റി ഷെയറുകൾ കമ്പനിയുടെ ആക്ടിവിറ്റീസിൽ അവർക്ക് കൺട്രോളിങ്സ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സുകൾക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് അടച്ചതിന് ശേഷം മാത്രമേ അവിടെ നമുക്ക് ഡിവിഡൻഡ് നൽകാൻ പറ്റുകയുള്ളൂ. ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിമൈൻസ് പെർമനൻ്റ്ലി വിത്ത് ദ കമ്പനി. ഇറ്റ് ഈസ് റിട്ടേൺഡ് ഓൺലി വെൻ ദ കമ്പനി ഈസ് വോണ്ട് അപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി നാച്ചുറാണ്. എന്ന് വെച്ചാൽ കമ്പനി നിലനിൽക്കും കാലം വരെ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ അധീനതയിലായിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ഇലക്ട് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, കൂടാതെ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ദ റൈറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് സർപ്ലസ് ഫണ്ട്. ദർ ഈസ് നോ ഫിക്സഡ് റൈറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഡിവിഡൻഡ് സർപ്ലസ് ഫണ്ടുകളുടെ ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ഇക്വിറ്റി ക്യാപിറ്റലിൽ
ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഡിവിഡൻറ്റിൻ്റെ ഒരു സ്പെസിഫിക് ആയുള്ള റൈറ്റ് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്രിയേറ്റ് എനി ഒബ്ലിഗേഷൻ ടു പേ എ ഫിക്സഡ് റൈറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഈ ഇക്വിറ്റി ഷെയറുകൾ ഒരു നിശ്ചിത ഡിവിഡൻറ്റ് നൽകാനുള്ള ലയബിലിറ്റി ഇവർക്കുണ്ട്. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജ് ഓവർ ദി അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റുകളിൽ യാതൊരു ചാർജും സൃഷ്ടിക്കാതെ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. കമ്പനിയുടെ അസറ്റുകളിൽ യാതൊരു തരത്തിലുള്ള ചാർജും സൃഷ്ടിക്കാതെ ഒരു ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ കമ്പനി ഹാസ് ടു റീപേ ഇറ്റ് എക്സെപ്റ്റ് അണ്ടർ ലിക്വിഡേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പെർമനൻറ്റ് ക്യാപിറ്റൽ സോഴ്സാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കൂടാതെ ലിക്വിഡേഷന് കീഴിൽ ഒഴികെയുള്ള കമ്പനി ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണർ ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ റിയൽ ഓണറാണ്. നെക്സ്റ്റ്, ഹു ഹാവ് ദ വോട്ടിംഗ് റൈറ്റ്സ്. ഈ ആൾക്ക് വോട്ടിംഗ് റൈറ്റ്സും അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ഷെയർ. ഇഫ് ഓൺലി ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ് ദ കമ്പനി കനോട്ട് ടേക്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇവിടെ ഇക്വിറ്റി ഷെയറുകൾ മാത്രം നൽകുകയാണെങ്കിൽ കമ്പനിക്ക് ഇക്വിറ്റി ട്രേഡിംഗ് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. ആസ് ഇക്വിറ്റി ക്യാപിറ്റൽ കനോട്ട് ബി റെഡീംഡ് ദർ ഈസ് എ ഡേഞ്ചർ ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഇക്വിറ്റി ക്യാപിറ്റൽ റെഡീം ചെയ്യാൻ കഴിയാത്തതിനാൽ ഓവർ ക്യാപിറ്റലൈസേഷൻസ് ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ പുട്ട് ഒബ്സ്റ്റാക്കിൾസ് ഫോർ മാനേജ്മെൻറ്റ് ബൈ മാനിപ്പുലേഷൻ ആൻഡ് ഓർഗനൈസിങ് ദംസെൽഫ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് സ്വയം കൈകാര്യം ചെയ്യുന്നതിലൂടെയും മാനേജ് ചെയ്യുന്നതിലൂടെയും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നെക്സ്റ്റ്, ഇൻവെസ്റ്റേഴ്സ് ഹൂ ഡിസയർ ടു ഇൻവെസ്റ്റ് ഇൻ സേഫ് സെക്യൂരിറ്റി വിത്ത് എ ഫിക്സഡ് ഇൻകം ഹാവ് നോ അട്രാക്ഷൻ ഫോർ സച്ച് ഷെയർസ്. ഇവിടെ പറയുന്നത് ഒരു സ്ഥിരമായുള്ള വരുമാനമുള്ള സുരക്ഷിത സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് അഥവാ ഇൻവെസ്റ്റേഴ്സിന് അത്തരം ഷെയറുകളിലേക്ക് ഒരു തരത്തിലുമുള്ള അട്രാക്ഷൻസും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സ്. റൈറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് റൈറ്റ്, ദേ ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ഡിവിഡൻഡ് ഇഫ് ഡിക്ലയർഡ് ബൈ ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. ഇവിടെ കമ്പനിയുടെ ഡയറക്ടർമാർ ഡിക്ലെയർ ചെയ്താൽ അവർക്ക് എന്താണ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദേ ആർ എൻടൈറ്റിൽഡ് ടു റിസീവ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഫ് സോ ഡിക്ലയർഡ് ബൈ ദ കമ്പനി. കമ്പനി ഡിക്ലെയർ ചെയ്താൽ പൂർണ്ണമായും അടച്ച ബോണസ് ഷെയറുകൾ സ്വീകരിക്കാൻ അവർക്ക് റൈറ്റ്സ് ഉണ്ട്. ദേ ആർ എൻടൈറ്റിൽഡ് ടു റിസീവ് ഓഫർ ടു സബ്സ്ക്രൈബ് ടു ഫർദർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഓൺ റൈറ്റ് ബേസിസ്. ഇവിടെ പറയുന്നത് ശരിയായ അടിസ്ഥാനത്തിൽ ക്യാപിറ്റലിൽ കൂടുതലായിട്ടുള്ള ഇഷ്യൂവിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓഫർ സ്വീകരിക്കാൻ അവർക്ക് അർഹതയുണ്ട്. നെക്സ്റ്റ്, ദേ ആർ എൻടൈറ്റിൽഡ് ടു ആസ്ക് ഫോർ കോപ്പി ഓഫ് ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ഒരു പകർപ്പ് അല്ലെങ്കിൽ ഒരു കോപ്പി അത് ചോദിക്കാൻ ആർക്ക് റൈറ്റ് ഉണ്ട്? ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, ദേ ക്യാൻ ഇൻസ്പെക്റ്റ് മിനിറ്റ്സ് ഓഫ് ജനറൽ മീറ്റിംഗ്സ് ആൻഡ് ആസ്ക് ഫോർ എക്സ്ട്രാക്റ്റ് ദെർഫ്രം. ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു പബ്ലിക് മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് പരിശോധിക്കാനും അതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്. ദേ ആർ എൻടൈറ്റിൽഡ് ടു ഇൻസ്പെക്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ്. ബിസിനസ് സമയങ്ങളിൽ കമ്പനിയുടെ അക്കൗണ്ടുകളുടെ ബുക്സ് അത് പരിശോധിക്കാനും അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്താനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സ് ഉണ്ട്. ദേ ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് കോപ്പീസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്സ് ഓർ അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ പറയുന്നത് എന്താണ്? അക്കൗണ്ടുകളുടെയും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെയും മറ്റ് നിയമപരമായിട്ടുള്ള എല്ലാ പ്രസ്താവനകളുടെയും കോപ്പീസ് ലഭിക്കാൻ അവർക്ക് റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് പ്രിഫറൻസ് ഷെയർസ്. Preferential right to receive the dividend. This means that companies will firstly make the payment to the person holding preference shares of a fixed right or their amount is fixed. They receive the dividend before equity shareholders.
ഈ പ്രിഫറൻസ് ഷെയർസിൽ ഡിവിഡൻഡ് സ്വീകരിക്കുന്നതിനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആണ് ഒരു കമ്പനികൾക്കുള്ളത്. ഈ കമ്പനികൾ ആദ്യം തന്നെ പ്രിഫറൻസ് ഷെയർസുകൾ കൈവശമുള്ള വ്യക്തിക്ക് ഒരു നിശ്ചിത നിരക്കിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയുള്ള റൈറ്റിൽ എമൗണ്ട് അടയ്ക്കുകയും അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് നിശ്ചയിക്കുകയും എന്നതാണ് ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് മുമ്പായിട്ട് അവർക്ക് ഡിവിഡൻഡ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് മുമ്പായിട്ട് എന്താണ് ഈ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റേതായുള്ള ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ ഓൺ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ബിഫോർ ദാറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയറുകളേക്കാൾ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ക്യാപിറ്റലിൻ്റെ വരുമാനമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്യാപിറ്റലിൻ്റെ വരുമാനമാണ് അവസാനത്തിൽ നമുക്കുള്ളത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് വൺ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ക്യാരി റൈറ്റ് ടു റിസീവ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ബിഫോർ ദ കമ്പനി മേക്സ് പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് കമ്പനിയുടെ എമൗണ്ട് അടയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റേതായിട്ടുള്ളൊരു അരിയർ ഉണ്ടാവും. ആ അരിയേഴ്സ് ഡിവിഡൻഡ് ലഭിക്കാനുള്ള റൈറ്റ്സ് ഇതൊക്കെ എന്താണ് ഒരു പ്രിഫറൻസ് ഷെയറുകളാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് കമ്പനിയിലെ എമൗണ്ട് അടയ്ക്കുന്നതിന് മുമ്പുള്ള കുടിശ്ശിക അഥവാ അരിയർ അത് ഡിവിഡൻഡ് ലഭിക്കാനുള്ള അവകാശം വഹിക്കുന്ന പ്രിഫറൻസ് ഷെയറുകളെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഡു നോട്ട് ക്യാരി എനി റൈറ്റ് ഫോർ റിസീവിങ് അരിയേഴ്സ് ഓഫ് ദി ഡിവിഡൻഡ്. ഇവിടെ പറയുന്നത് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്, ഡിവിഡൻഡിൻ്റെ അരിയേഴ്സ് സ്വീകരിക്കുന്നതിന് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറുകൾക്കൊന്നും യാതൊരു തരത്തിലുമുള്ള റൈറ്റ്സുകളില്ല എന്നാണ് പറയുന്നത്, അവകാശമില്ല. നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി മേ പ്രൊവൈഡ് ദാറ്റ് ആഫ്റ്റർ ദ കമ്പനി പേ ദ ഡിവിഡൻഡ് ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ദ ഹോൾഡർ ഓഫ് preference shares will also have a right to participate in the remaining profits. The preference shares who carries this right are called participating preference shares. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് കമ്പനിയുടെ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്ത ശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ കൈവശമുള്ളവർക്ക് ശേഷിക്കുന്ന ഡിവിഡൻഡിൻ്റെ അല്ലെങ്കിൽ ശേഷിക്കുന്ന പ്രോഫിറ്റിൻ്റെ പാർട്ടിസിപ്പേറ്റ് ആകാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈ എല്ലാ റൈറ്റുകളും വഹിക്കുന്ന പ്രിഫറൻസ് ഷെയറുകളെ നമ്മൾ എന്താണ് പാർട്ടിസിപ്പേറ്റ് പ്രിഫറൻസ് ഷെയറുകൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് which do not carry the right to participate in the profit remaining after equity shareholders are paid are called non-participating preference shareholders. Preference shares. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് എമൗണ്ട് അടച്ചതിന് ശേഷം ശേഷിക്കുന്ന ഡിവിഡൻഡ് അഥവാ ശേഷിക്കുന്ന പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ആ റൈറ്റ്സ് വഹിക്കാത്ത അല്ലെങ്കിൽ ആ റൈറ്റ്സ് ലഭിക്കാത്ത പ്രിഫറൻസ് ഷെയറുകളെയാണ് നമ്മൾ നോൺ പാർട്ടിസിപ്പേറ്റ് പ്രിഫറൻസ് ഷെയറുകൾ എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടി പറയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് എമൗണ്ട് അടച്ചതിന് ശേഷം ശേഷിക്കുന്ന പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലാത്ത പേഴ്സൺസ്, അങ്ങനത്തെ റൈറ്റ് ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയറുകൾ, അങ്ങനത്തെ റൈറ്റ്സ് ഇല്ലാത്ത ഷെയർസുകളെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയറുകളെ നോൺ പാർട്ടിസിപ്പേറ്റ് പ്രിഫറൻസ് ഷെയറുകൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. Those preference shares which have the right to be converted into equity shares are called convertible preference shares. കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയറുകളായിട്ട്
കൺവേർട്ട് ചെയ്യാൻ അവകാശമുള്ള പ്രിഫറൻസ് ഷെയറുകളെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുകയാണെങ്കിൽ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയറുകൾക്ക് ഇക്വിറ്റി ഷെയറുകളുമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അത്തരം പ്രിഫറൻസ് ഷെയറുകളെ നമ്മൾ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ റെഡീംഡ് ബൈ ദി കമ്പനി അറ്റ് എ സ്പെസിഫിക് ടൈം നോട്ട് എക്സീഡിങ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂസ്. For the prepayment or earlier, we call this repayment of the amount as redemption. ഇവിടെ പറയുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടയ്ക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു സ്പെസിഫൈഡ് ആയുള്ള ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ 20 years കൂടാത്തത് അല്ലെങ്കിൽ 20 years കൂടാത്തത് ആ കമ്പനിയുടെ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറുകളാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഡേറ്റ് പറഞ്ഞത്? ഇഷ്യൂ ചെയ്ത തീയതിയിൽ മുതൽ 20 വർഷത്തിൽ കൂടാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറുകളാണ് റെഡീം ചെയ്യാവുന്ന പ്രിഫറൻസ് ഷെയറുകൾ. ആ കമ്പനിയിൽ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറുകളാണ് റെഡീം ചെയ്യാവുന്ന പ്രിഫറൻസ് ഷെയറുകൾ എന്നാണ് പറയുന്നത്. അവിടെ ആ എമൗണ്ടിൻ്റെ ഈ തിരിച്ചടവിന് അല്ലെങ്കിൽ ആ തിരിച്ചടവിന് നമ്മൾ എന്താണ് ഈ പറയുന്ന റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നു. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പ്രിഫറൻസ് ഷെയർസ് അതിൻ്റേതായ സ്പെസിഫൈഡ് ഡേറ്റിൽ തന്നെ റെഡീം ചെയ്യുക. അപ്പോൾ അത്തരം ഷെയർസുകളെ നമ്മൾ എന്താണ് ഈ പറയുന്ന റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് റിട്ടേൺഡ് ബൈ ദി കമ്പനി അറ്റ് ദി ടൈം ഓഫ് വൈൻഡ് അപ്പ് ടു ദി ഹോൾഡേഴ്സ് ഓഫ് സച്ച് ഷെയർസ് ഈസ് കാൾഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം ഷെയർസുകളിൽ കൈവശമുള്ളവർക്ക് ആ കമ്പനീസ് മടക്കി നൽകുന്ന എമൗണ്ടുകളെയാണ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയറുകൾ എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ഷെയർസുകൾ ഓൾറെഡി കൈവശമുള്ളവർക്ക് ആ കമ്പനി മടക്കി നൽകുന്ന ആ ഒരു എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഷെയറിനെയാണ് നമ്മൾ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ്, പ്രിഫറൻസ് ഷെയർസ് carries fixed rate of dividend, hence they are suitable to investors who want regular income on their investment. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ പ്രിഫറൻസ് ഷെയറുകൾ ഡിവിഡൻറ്റിൻ്റെ ഒരു സ്പെസിഫൈഡ് ആയുള്ള റൈറ്റ് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ അവ അനുയോജ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രിഫറൻസ് ഷെയർസ് ആർ റിലേറ്റീവ്ലി സേഫർ ദാൻ ഇക്വിറ്റി ഷെയർ. പ്രിഫറൻസ് ഷെയറുകൾ ഇക്വിറ്റി ഷെയറുകളേക്കാൾ സേഫാണ് അല്ലെങ്കിൽ സെക്യൂർഡ് ആണ് എന്നാണ് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് satisfy the needs of various classes of investors by including additional features like convertibility, participating rights, etc. ഇവിടെ പറയുന്നത് ഈ പാർട്ടിസിപ്പേറ്റിംഗ് റൈറ്റ്സ് അതുപോലെ തന്നെ കൺവേർട്ടബിലിറ്റി മുതലായ ഓവറായിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രിഫറൻസ് ഷെയറുകൾ വിവിധ തരം ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റിംഗ് റൈറ്റ്സും അതുപോലെ തന്നെ കൺവേർട്ടബിലിറ്റി അങ്ങനെ മുതലായവ അധികമായിട്ടുള്ള തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രിഫറൻസ് ഷെയറുകളിൽ വിവിധ തരം ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങൾ അവർ നിറവേറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ദ കമ്പനി ഇഷ്യൂയിങ് പ്രിഫറൻസ് ഷെയർസ് ഗെറ്റ് ലോങ് ടേം ഫണ്ട് വിത്തൗട്ട് ഡയലൂട്ടിംഗ് മാനേജ്മെൻറ്റ് കൺട്രോൾസ്. ഇവിടെ പറയുന്നത് പ്രിഫറൻസ് ഷെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു കൺട്രോള് ആ കൺട്രോൾ ഉണ്ടായിരിക്കും. ദീർഘകാലം എന്താണ് ആ കൺട്രോൾ ഉണ്ടായിരിക്കും ചെയ്യും. അതുപോലെ തന്നെ ദീർഘകാലം ആ കമ്പനിക്ക് അതിൻ്റേതായുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്.
നെക്സ്റ്റത്തത് പ്രിഫറൻസ് ഷെയർസ് പ്രൊവൈഡ് നെസസറി ലിവറേജ് ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാരുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്നതിന് പ്രിഫറൻസ് ഷെയറുകൾ അതിൻ്റേതായുള്ള ആവശ്യമായിട്ടുള്ള ലിവറേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ, നന്നായിട്ട് പഠിക്കുക. മിനിമം ഒരു 4 ഡിഫറൻസെങ്കിലും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഡിഫറൻറ്റ്, ഇക്വിറ്റി ഷെയർസ് ഹാവ് നോ പ്രിഫറൻസ് ഓർ പ്രയോറിറ്റീസ് ഇൻ ഗെറ്റിംഗ് ഡിവിഡൻറ്റ് ഓർ റീഫണ്ടഡ് ഓഫ് ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഹാവ് പ്രിഫറൻസസ് ഇൻ ഗെറ്റിംഗ് ഫിക്സഡ് ഡിവിഡൻറ്റ് ആൻഡ് റീഫണ്ടഡ് ഓഫ് ക്യാപിറ്റൽ ഓവർ ഇക്വിറ്റി ഷെയർസ്. ഈ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ക്യാപിറ്റലിൻ്റെ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ റീഫണ്ട് ലഭിക്കുന്നതിന് ഇക്വിറ്റി ഷെയറുകൾക്ക് പ്രിഫറൻസ് ഷെയറുകളോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾക്ക് എന്താണ് പ്രിഫറൻസ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഷെയർസുകൾ ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ അവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ അവിടെ എന്താണ് ആ ക്യാപിറ്റലിൻ്റെ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ആ ക്യാപിറ്റലിൻ്റെ ഒരു പ്രോഫിറ്റ് അത് റീഫണ്ട് ലഭിക്കുന്നതിനാണ് ഇക്വിറ്റി ഷെയറുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രിഫറൻസ് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ ഇക്വിറ്റി ഷെയറുകളേക്കാൾ ഒരു സ്ഥിരമായിട്ടുള്ള ഡിവിഡൻറ്റ് നേടുന്നതിനും ക്യാപിറ്റലിൻ്റെ റീഫണ്ട് ലഭിക്കുന്നതിനും പ്രിഫറൻസ് ഷെയറുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർസ് ആർ നോൺ ആസ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് സിൻസ് ദെയർ ഡിവിഡൻറ്റ് ആർ നോട്ട് ഫിക്സഡ്. പ്രിഫറൻസ് ഷെയർസ് ക്യാരി ഫിക്സഡ് ഡിവിഡൻറ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ. ഇവിടെ പറയുന്നത് ഇക്വിറ്റി ഷെയർസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് അതിൻ്റെ സ്പെസിഫൈഡ് ഡേറ്റിനേക്കാൾ അല്ലെങ്കിൽ ഡിവിഡൻറ്റ് നിശ്ചയിക്കാത്തതിനാൽ ഇക്വിറ്റി ഷെയറുകളെ വേരിയബിൾ ഇൻകം എന്നും വിളിക്കുന്നുണ്ട്. വേരിയബിൾ ഇൻകം സെക്യൂരിറ്റികൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറുകൾ അവരുടെ ക്യാപിറ്റലിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള ഡിവിഡൻറ്റും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രിഫറൻസ് ഷെയറുകൾ അവരുടെ ക്യാപിറ്റലിൽ ഒരു സ്ഥിരമായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, ഇക്വിറ്റി ഷെയർസ് ഹാവ് വൈഡർ വോട്ടിംഗ് റൈറ്റ്സ്. Preference shares have voting rights only on matters directly affecting their interest. നെക്സ്റ്റ് ഡിഫറൻ്റ്, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് വൈഡർ വോട്ടിംഗ് റൈറ്റ്സ് ആണ്, വോട്ട് റൈറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രിഫറൻസ് ഷെയറുകൾക്ക് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം എന്താണ് വോട്ടിംഗ് റൈറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർസ് ആർ സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. പ്രിഫറൻസ് ഷെയർസ് ആർ സ്യൂട്ടബിൾ ടു കാറ്റോസ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ പറയുന്നത് എന്താണ്, റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇക്വിറ്റി ഷെയറുകൾ അനുയോജ്യമാണ്. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ മുൻകൂറായിട്ടുള്ള ഷെയർസുകൾ അത് ജാഗ്രതയോടെയുള്ള ഇൻവെസ്റ്റേഴ്സുകൾക്ക് ഇവിടെ അനുയോജ്യമാണ് എന്നാണ് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസിൽ ജാഗ്രതയോടുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രം അനുയോജ്യമുള്ളൂ, അതുപോലെ തന്നെ മുൻകൂറായിട്ടുള്ള ഷെയർസുകൾക്ക് മാത്രം. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ prosperity of the by being rewarded with higher dividends on or bonus issues. Preference shares have no scope for getting higher dividend or bonus. ഇവിടെ എന്താണ് ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ ഉയർന്ന ഡിവിഡൻറ്റുകളോ ബോണസ് ഇഷ്യൂകളോ നൽകി അതിൻ്റേതായുള്ളൊരു റെമ്യൂണറേഷൻസ് അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ഡിവിഡൻറ്റുകളോ ബോണസ് ഇഷ്യൂകളോ പ്രൊവൈഡ് ചെയ്ത് അതിൻ്റേതായുള്ള പ്രതിഫലം നൽകി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൽ എന്താണ്, പ്രിഫറൻസ് ഷെയറുകൾക്ക് ഉയർന്ന തരത്തിലുള്ളൊരു ഡിവിഡൻറ്റ് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബോണസ് ലഭിക്കുന്നതിന് സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഈ പ്രിഫറൻസ് ഷെയറുകൾക്ക് എന്താണ് ഉയർന്ന തരത്തിലുള്ളൊരു ഇത് ലഭിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ഡിവിഡൻഡോ അല്ലെങ്കിൽ ബോണസോ ലഭിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ചാൻസും ഇല്ല. നേരെ മറിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ ഹയർ ടൈപ്പ് ഓഫ് ഡിവിഡൻഡും അതുപോലത്തെ അതിൻ്റേതായുള്ള റെമ്യൂണറേഷൻസൊക്കെ ലഭിക്കാൻ ചാൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ റൈറ്റ് ടു get the arrear of the dividend, but holder of the cumulative preference shares have the right to get the arrear of dividend. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് അരിയർ ഓഫ് ഡിവിഡൻഡ് അത് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. നെക്സ്റ്റ്, നേരെ മറിച്ച് ഒരു ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ ഹോൾഡർ ഓഫ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്താണ് അവർക്ക് അരിയർ ഓഫ് ഡിവിഡൻഡ് അരിയർ ലഭിക്കുക എന്ന് വെച്ചാൽ നമുക്ക് മുൻപേ ഉള്ള കുടിശ്ശിക, അരിയർ എന്ന് പറയുന്നത് കുടിശ്ശിക, ആ കുടിശ്ശിക ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഏതിൽ പ്രിഫറൻസ് ഷെയർസിൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി റെഡീംഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ ഒരു കമ്പനി റെഡീം ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ അവിടെ എന്താണ് ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഇക്വിറ്റി ഷെയർസ് റെഡീം ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ്, ബട്ട് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റെഡീംഡ് ആസ് പെർ ദ ടേം ഓഫ് ഇഷ്യൂസ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ ആ കമ്പനിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ടേംസ് ഓഫ് കണ്ടീഷൻസ് വരുന്നുണ്ടോ ആ കണ്ടീഷൻസൊക്കെ റെഡീം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ എന്താണ് ആ കമ്പനി എപ്പോഴാണോ വൈൻഡിങ് അപ്പ് ചെയ്യുന്നത് ആ ടൈമിലാണ് ഇക്വിറ്റി ഷെയർസ് റെഡീം ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുകയാണെങ്കിൽ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ മീൻസ് equity share of a class of shares already issued. It is issued to employees or directors at a discount for consideration other than cash. ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്നാൽ ഇതിനകം ഇഷ്യൂ ചെയ്ത ഒരു ക്ലാസ് ഷെയറുകളുടെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകളുടെ ഒരു എമൗണ്ടിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ആ എമൗണ്ടിൻ്റെ ഫ്ലോ അത് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്യുക, അതുപോലെ തന്നെ ഡയറക്ടർമാരുടെ കീഴിലുള്ള എംപ്ലോയീസിനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ എംപ്ലോയീസിന് നമ്മൾ ഒരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്ത ഒരു ക്ലാസ് ഷെയർസുകളുടെ ഇക്വിറ്റി ഷെയറുകളെയാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രധാനമായിട്ടും ആ ഒരു ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ വരുന്ന എംപ്ലോയീസിനാണ് കൂടുതലായിട്ട് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, കണ്ടീഷൻസ് ഫോർ ദ ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി. കണ്ടീഷൻ ഫോർ ദ ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ, ദ ഇഷ്യൂ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ദി ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ഇവിടെ കമ്പനിയുടെ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മുഖേന ഇതിൻ്റെ ഇഷ്യൂ അതോറിറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇഷ്യൂവിൻ്റെ ഓതറൈസ്ഡ് ആയുള്ളൊരു ഇഷ്യൂസ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ദ റെസൊല്യൂഷൻ ഷാൾ കണ്ടെയ്ൻസ് ദ നമ്പർ ഓഫ് ഷെയർസ്, their current market value, the valuation of consideration received and the class of employees or directors to whom the shares are issued. ഇവിടെ എന്താണ് പറയുന്നത്? റെസൊല്യൂഷനിലെ ഷെയർസുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസുകൾ, അവയുടെ നിലവിലെ മാർക്കറ്റിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച പരിഗണനയുടെ മൂല്യനിർണ്ണയം, ഷെയറുകളുടെ ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്യുന്ന ജീവനക്കാരുടെ, ഷെയറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജീവനക്കാരുടെ അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ ഒരു ക്ലാസ്സിനെയാണ് ഈ പറയുന്ന ക്ലാസ് എന്നിവ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? റെസൊല്യൂഷനിലെ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്രകാരമുള്ള ഷെയർസുകളുടെ എണ്ണം, അവയുടെ നിലവിലുള്ള മാർക്കറ്റ് വാല്യൂസ്, അതുപോലെ തന്നെ വേറെന്താ പറയുന്നത്? ദ വാല്യുവേഷൻ ഓഫ് കൺസിഡറേഷൻസ് റിസീവ്ഡ്, അതുപോലെ തന്നെ വേറെന്താ പറയുന്നത്? ദ ക്ലാസ് ഓഫ് എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് whom the shares are issued എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ്, അവയുടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്മാരുടെ ക്ലാസ് എന്നിവ ഒക്കെ എന്താണ് ഈ പറയുന്ന ഒരു റെസൊല്യൂഷൻസിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അറ്റ്ലീസ്റ്റ് 1 year മസ്റ്റ് ഹാവ് എൽപസ്ഡ്
സിൻസ് ദി കമ്പനി വാസ് എൻറ്റൈറ്റിൽ ടു കൊമേഴ്സ് ബിസിനസ്. ഇവിടെ എന്താ പറയുക, ഒരു ബിസിനസ് ആരംഭിക്കാൻ ആ കമ്പനിക്ക് അതിൻ്റേതായുള്ള അവകാശമുണ്ടായിരുന്നതിനാൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കഴിയുമെന്നാണ് പറയുന്നത്. ഒരു ബിസിനസ് ആരംഭിക്കാൻ ആ കമ്പനിക്ക് അവകാശമുണ്ടാകുന്നതിന് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കഴിയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, in the case of listed companies, security shall be issued in accordance with the regulation of the Security and Exchange Board of India. The holders of sweat equity shares have the same right as that of other equity shareholders. ഇവിടെ മെയിനായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ, ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ കാര്യത്തിൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള ചട്ടങ്ങൾക്കനുസൃതമായിട്ട് ഈ സെക്യൂരിറ്റി ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അവയുടെ ഷെയറുകളുടെ ഓണേഴ്സിന് മറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്മാരുടെ അതേ റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ എന്താണ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, അത് ഓരോ ക്ലാസ് ഓഫ് ഷെയർസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസുകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 2019-18 അതുപോലെ തന്നെ ഒരുവിധം എല്ലാ വർഷങ്ങളും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, 2 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഏതൊക്കെ ഡിഫറെൻറ്റ് ഷെയർസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ എന്താണ്, അതുപോലെ വേറെ എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പിന്നൊന്ന് ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടതാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.